ഗുഡ് ഈവനിങ് ഡേയ്സ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. ദിസ് ഇസ് സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ന് പ്രീ മാർക്കറ്റ് ചെയ്യാൻ പറ്റിയില്ല, ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴും പുറത്താണ് ഉള്ളത്. എങ്കിലും നമ്മൾ പോസ്റ്റ് മാർക്കറ്റായിട്ട് എത്തി. നിഫ്റ്റി തൃക്കേട്ട ദിനത്തിൽ ഇന്ന് 24,600 മുകളിൽ പോയിട്ടുണ്ട്. ഓണം അങ്ങടുത്തു. അപ്പോൾ ഓണക്കാലത്ത് നിഫ്റ്റിയും അല്ലെങ്കിൽ മാർക്കറ്റും നമ്മളെ ഇന്ന് ആദ്യത്തെ ദിവസം, ഈ ഒരാഴ്ചയിലെ ആദ്യത്തെ ദിവസത്തിൽ നിരാശപ്പെടുത്തിയില്ല. സെൻസെക്സും ഏകദേശം ഒരു 500 പോയിന്റിലേറെ റാലി രേഖപ്പെടുത്തി. ഇന്ന് IT സെക്ടറും ഓട്ടോമൊബൈൽ സെക്ടറും ഫിനാൻഷ്യൽ സെക്ടറുമാണ് നിഫ്റ്റിയുടെ റാലിക്ക് ചുക്കാൻ പിടിച്ചത്. കൂടാതെ ഒരുപാട് ഡേറ്റാസ് ഈ ഒരു റാലിക്ക് പിന്നിലുണ്ടായിരുന്നു. 1 by 1 ആയിട്ട് നമുക്ക് ഓരോ ഡേറ്റാസ് പരിശോധിക്കാം. ഒന്ന്, ഈ ഒരു വീക്കെൻഡ് ദിനത്തിൽ നമ്മൾ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററും ചൈനീസ് പ്രസിഡൻറ്റും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയാണ്. US ഇന്ത്യക്ക് മേൽ നടത്തിയ ഇരട്ട താരിഫ് മറികടക്കാനായിട്ട് ഇന്ത്യ ശക്തമായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുകയാണ്. റഷ്യയായിട്ടും അതല്ലെങ്കിൽ ഉക്രൈനായിട്ടും പിന്നെ ചൈനയായിട്ടും എല്ലാം തന്നെ ഉഭയകക്ഷി ചർച്ചകൾ പുരോഗമിക്കുന്നു. ഇതിനിടെ ടിക്ടോക്ക് ഉൾപ്പെടെയുള്ള ഇന്ത്യ ബാൻ ചെയ്ത ആപ്പുകൾ ഇന്ത്യയിലേക്ക് തിരികെ എത്തും. ഇന്ത്യയിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റാണ് ചൈനയിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ അതിർത്തി തർക്കങ്ങളെല്ലാം തന്നെ അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ ഈ വ്യാപാര ബന്ധത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നുള്ളതാണ് ചൈനീസ് പ്രസിഡൻറ്റും പറയുന്നത്. ചൈനക്കും ഈ ഒരു ചർച്ച അനിവാര്യം തന്നെയാണ്. കാരണം ആഫ്രിക്ക അവരെ സംബന്ധിച്ച് വലിയൊരു മാർക്കറ്റാണ് എന്ന് കരുതി പെട്ടെന്ന് തന്നെ എല്ലാം തന്നെ സാധ്യമാവില്ല. അതുകൊണ്ട് തന്നെ എല്ലാ രാജ്യങ്ങൾക്കും ഇത് വേണം. കൂടാതെ നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ GDP ഫസ്റ്റ് ക്വാർട്ടറിൽ ലാസ്റ്റ് 5 ക്വാർട്ടറിൻ്റെ അപേക്ഷിച്ച് ഏറ്റവും മികച്ച ഒരു GDP വന്നിട്ടുള്ളത്. അതായത് നമുക്ക് വന്നിട്ടുള്ളത് 6.5 ആയിരുന്നു. RBI പോലും ഫോർകാസ്റ്റ് ചെയ്തത് 7.8 വന്നിട്ടുള്ളത്. അപ്പോൾ ഇതും നമ്മുടെ ഇന്നത്തെ റാലിയിൽ പങ്കാളിയായി. കൂടാതെ മികച്ച ഒരു ഓട്ടോ സെയിൽസ് റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. ഇനി US നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഉള്ളത്, US ഫെഡറൽ അപ്പീൽ കോർട്ട് ഈ ട്രംപിന് ഈ ഒരു താരിഫ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു അധികാരം ഇല്ല എന്നുള്ള ഒരു പ്രസ്താവന ഗ്ലോബൽ മാർക്കറ്റുകളെ അത് പോസിറ്റീവായിട്ട് ഒരു റാലിക്ക് കാരണമായി. എന്നാൽ സെയിം ടൈം മെയ്ക്ക് ഇൻ അമേരിക്ക പോലെയുള്ള ആ ഒരു പദ്ധതികളിൽ വലിയ തോതിൽ നെഗറ്റീവായിട്ടുള്ളൊരു കമൻറ്റും ഈ ഒരു US ഫെഡറൽ അപ്പീൽ കോർട്ട് പറഞ്ഞിട്ടില്ല. അതിനർത്ഥം ട്രംപിന് ഈ ഒരു താരിഫൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഇടയ്ക്ക് ഈ ഒരു അപ്പീൽ കോർട്ട് പറയുന്ന രണ്ടാമത്തെ പ്രസ്താവനയാണത്. അത് വലിയ കാര്യമാക്കേണ്ട കാര്യമില്ല, കാരണം ട്രംപ് ഇതായിട്ട് മുന്നോട്ട് പോകുമെന്ന് നമുക്കറിയാം. എങ്കിലും ഒരു ആശ്വാസം നൽകുന്ന ഒരു വാർത്തയായിട്ട് മാറി. ഓട്ടോ സെക്ടറിലേക്ക് വരുമ്പോൾ നമുക്ക് ദീപാവലി അടക്കുന്നുണ്ട്. അപ്പോൾ ദീപാവലിയുടെ മുൻനിർത്തി വീണ്ടും ഓട്ടോ സെക്ടറിലും കൂടാതെ തന്നെ ടൈറ്റാൻ ഉൾപ്പെടെയുള്ള ഈ ഒരു ആഭരണ കമ്പനികളിലും റാലി ഇന്ന് പ്രകടനമായി. M&M ടാറ്റ മോട്ടേഴ്സാണ് ഓട്ടോ സെക്ടേഴ്സിൽ ഇന്ന് റാലിക്ക് ചുക്കാൻ പിടിച്ചത്. കൂടാതെ മാർക്കറ്റ് ഫോളോ ചെയ്തപ്പോൾ പൊതുവേ ആളുകളെല്ലാം തന്നെ ചെക്കേറുന്ന 2 സ്റ്റോക്കുകളായിട്ടുള്ള ITC HUL ഇന്ന് ഇടിവ് രേഖപ്പെടുത്തി. അതായത് മറ്റുള്ള ഇക്വിറ്റി ഇൻ ദ സെൻസ് മറ്റുള്ള കമ്പനികൾ കയറുകയാണ്. അതുകൊണ്ട് തന്നെ ITCയിലും HULലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. കൂടാതെ തന്നെ ITCനെ സംബന്ധിച്ചും ഗോഡ്ബൈ ഫ്രിപ്പ് പോലെയുള്ള സിഗരറ്റ് നിർമ്മാത കമ്പനിയെ സംബന്ധിച്ചും കർണാടക സ്റ്റേറ്റ് ഗവൺമെൻറ് ടാക്സ് വർദ്ധിപ്പിക്കുന്ന ന്യൂസ് നമ്മൾ കണ്ടിരുന്നു. ഇനി ഈ ട്രംപിൻ്റെ ഈ ഒരു ഇരട്ട താരിഫ് വരുന്ന സമയത്ത് എല്ലാം ശുഭകരമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളതാണ് ഉത്തരം. കാരണം ഇന്ത്യൻ റുപ്പീസ് ആദ്യമായിട്ട് 88 മുകളിൽ പോയിട്ടുണ്ട്. ഡോളറിനെതിരെ ഇന്ത്യൻ റുപ്പീസ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 88. ഇത് ഓൾ ടൈം ഹൈ ആണ്. മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ഈ ഒരു റാലിയിൽ ഇന്ന് പങ്കാളിയായിട്ടുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ IT സെക്ടർ ഇന്ന് IT ഇൻഡെക്സ് മാത്രം 1.7% ഒരു റാലി കണ്ടു. ഓല ഇലക്ട്രിക് റാലി തുടരുകയാണ്. 7% റാലി രേഖപ്പെടുത്തി. ഈ ഒരു ആഴ്ചയിൽ 25% റാലി ഒലയും കരസ്ഥമാക്കിയിട്ടുണ്ട്. ഷിപ്പിംഗ് കമ്പനീസും ഇന്ന് മികച്ച നേട്ടത്തിലാണ് ഉണ്ടായിരുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് അതല്ലെങ്കിൽ ഗാർഡൻ ഷിപ്പ് ബിൽഡേഴ്സ് 5% ഒരു റാലി രേഖപ്പെടുത്തി. ഇനി ടോറൻറ്റ് പവറാണ് ഒരു മിഡ് ക്യാപ്പ് സെക്ടറിൽ പ്രത്യേകത ഉണ്ടായിരുന്ന ഒരു കമ്പനി ഇന്ന്. കാരണം മധ്യപ്രദേശിൽ 12,000 കോടി രൂപയുടെ തെർമൽ പ്ലാന്റ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ കാരണമെന്നോണം ഈ ഒരു ടോറൻറ്റ് പവർ പോസിറ്റീവിൽ റിയാക്ട് ചെയ്തു. ഇനി ട്രാക്ടർ സെയിൽസ് അപ്പായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എസ്കോട്ട് കുബൂത്ത കമ്പനി പോസിറ്റീവിൽ റിയാക്ട് ചെയ്തിട്ടുണ്ട്. എസ്കോട്ട് കുബൂത്തേൻ്റെ ഭാഗികമായിട്ട് M&M എല്ലാം തന്നെ അക്യൂർ ചെയ്തത് നമ്മൾ കണ്ടിരുന്നു.
ബജാജ് ഓട്ടോ സെയിൽസ് 5% ഒരു അപ്സൈഡ് രേഖപ്പെടുത്തി, എക്സ്പോർട്ട് 22% ഒരു അപ്സൈഡ് രേഖപ്പെടുത്തി. അപ്പോൾ ഈ ഒരു ബജാജ് ഓട്ടോയിൽ ഉണ്ടാകുന്ന കുതിപ്പ് അവരുടെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഒബ്സ്റ്റിപ്പിംഗ് ആയിട്ടുള്ള ഇവരുടെ ഒരു നയം അവരുടെ ചെയർമാൻ തന്നെ പറഞ്ഞിരുന്ന കാര്യമെല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. സ്റ്റെർലൈറ്റ് ടെക് കമ്പനി US കോർട്ടിൽ അവർക്കൊരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇത് കാരണം ഏകദേശം ഒരു 9% ഒരു ഫോള് രേഖപ്പെടുത്തി. ഗോൾഡിൻ്റെ റേറ്റ് നോക്കുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ 0.8% ഉയർന്ന് പെർ ഔൺസിന് ഇപ്പോൾ ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത് $3,475, 22 ക്യാരറ്റ് കേരളത്തിൽ 680 രൂപ ഉയർന്ന് പവന് 77,640 എന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡിങ് തുടരുന്നത്. മാർക്കറ്റിലേക്ക് വരുമ്പോൾ നമ്മളുടെ നിഫ്റ്റിയുടെ എക്സ്പയറി, സെൻസെക്സിൻ്റെ എക്സ്പയറി എല്ലാം തന്നെ സ്വിച്ച് ചെയ്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതായിട്ട് ഇപ്പോൾ നമുക്ക് പതിയെ കംഫർട്ടബിൾ ആവും. കാരണം ആദ്യ സമയങ്ങളിലെല്ലാം തന്നെ വെള്ളിയാഴ്ചകളിലെല്ലാം തന്നെ പൊസിഷൻ ഹോൾഡ് ചെയ്യുമ്പോൾ നിഫ്റ്റിയുടെ എക്സ്പയറി ഉള്ളത് അങ്ങ് വ്യാഴാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ DKയുടെ ബെനിഫിറ്റ് ചിലപ്പോൾ കിട്ടാറില്ല. ഈ ഒരു സാഹചര്യങ്ങളിൽ അത് കിട്ടാറില്ല എന്ന് മാത്രമല്ല, ഈ ഓവർനൈറ്റ് ഉണ്ടാകുന്ന നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള റിയാക്ഷൻ ഡയറക്ഷണൽ ട്രേഡ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് വലിയൊരു പ്രോബ്ലം ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നിഫ്റ്റി ചൊവ്വാഴ്ചയിലേക്ക് മാറിയപ്പോൾ ഇപ്പം നമ്മൾ വെള്ളിയാഴ്ച പൊസിഷൻ ബിൽഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഓപ്ഷൻ സെല്ലറിനെ സംബന്ധിച്ച് എസ്പെഷ്യലി, ഈ 2 ദിവസത്തെ DKയുടെ ബെനിഫിറ്റ് കിട്ടുമെന്ന് മാത്രമല്ല, ഈ 2 ദിവസം ഉണ്ടാകുന്ന അദ്ദേഹത്തിൻ്റെ വ്യൂക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് മാർക്കറ്റ് പോയാൽ പോലും ചൊവ്വാഴ്ച എക്സ്പയറി ആയതുകൊണ്ട് വ്യാഴാഴ്ച എക്സ്പയറി ആയ സമയത്ത് ഉണ്ടാകാമായിരുന്ന ആ ഒരു ഇമ്പാക്റ്റ് ചൊവ്വാഴ്ച എക്സ്പയറി ആയപ്പോൾ ഉണ്ടാകില്ല. കാരണം തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ വെരി നെക്സ്റ്റ് ഡേ ആണ് മാർക്കറ്റിൻ്റെ എക്സ്പയറി ഉള്ളത്. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ എക്സ്പയറി സ്വിച്ച് ചെയ്തത് ഈ വീക്കെൻഡ് DKക്ക് വേണ്ടി ഹോൾഡ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അതൊരു പോസിറ്റീവ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താണ് പോസിറ്റീവ് എന്താണ് നെഗറ്റീവ് എന്ന് പറയാനായിട്ടൊക്കെ പറ്റില്ല. കാരണം വളരെ വയലൻ്റ് മൂവാണ്. എങ്കിലും മാർക്കറ്റ് ശാന്തമായ രീതിയിലൊക്കെ മുന്നോട്ട് പോകും. കാരണം ഇൻഡെക്സ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകളിൽ ഇപ്പോൾ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലുള്ള HDFC ബാങ്ക് മാത്രം മാനിപ്പുലേറ്റ് ചെയ്താൽ ബാങ്ക് നിഫ്റ്റി മാറും, നിഫ്റ്റിയും മാറും. അതെല്ലാം തന്നെ മാറ്റുകയാണ്. കമ്പനികളുടെ വെയിറ്റേജ് ഇൻഡെക്സുകളിൽ റീസ്ട്രക്ചർ ചെയ്യുമെന്നുള്ള വലിയ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളിലൊക്കെ വിധേയമാകാനുമായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മാർക്കറ്റിൽ നിന്ന് നമ്മൾ ഔട്ടാവാതെ മാർക്കറ്റിൽ നിൽക്കാൻ ശ്രമിക്കുക. ക്യാപിറ്റൽ വാനിഷ് ആവാതെ മാർക്കറ്റിനെ പ്രോഫിറ്റ് വലിയ ഗണ്യമായ തോതിൽ ഉണ്ടാക്കിയില്ലെങ്കിൽ കൂടിയും മാർക്കറ്റിനോട് ഇവിടെ പറഞ്ഞു പോകാതെ നമ്മളിവിടെ നിൽക്കുക. കാരണം വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഡെറിവേറ്റീവിലൊക്കെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള മാർക്കറ്റങ്ങൾ വരുന്നുണ്ട്. അതെല്ലാം തന്നെ പോസിറ്റീവായിട്ട് മാറട്ടെ എന്ന് പ്രത്യാശിക്കാം. നാളെയും പ്രീ മാർക്കറ്റ് ശ്രമിക്കാൻ വരാനായിട്ട്, അതല്ലെങ്കിൽ പോസ്റ്റ് മാർക്കറ്റിൽ എത്താം. കുറച്ച് ഒരു അത്യാവശ്യ സാഹചര്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ പ്രീ മാർക്കറ്റ് എല്ലാം തന്നെ മാറ്റിവെക്കുന്നത്. താങ്ക് യു.